ന്യൂസ് ടെൻസ് ആദ്യം പോകുന്നത് തമിഴ്നാട്ടിലെ വിരുദുനഗറിൽ ഉണ്ടായ ആ ദുരന്ത വാർത്തയിലേക്ക് തന്നെയാണ്. പടക്ക നിർമ്മാണശാലയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ ഇതുവരെ മരണം 24 എന്നതാണ് കണക്കുകൾ. 4 പേരെ ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല. അത്രമേൽ വലിയ സ്ഫോടനം ആയിരുന്നു ഉണ്ടായത്. പല മൃതദേഹങ്ങളും ഏതാണ്ട് ചിന്നിച്ചിതറിപ്പോയിട്ടുണ്ട് എന്ന തരത്തിൽ, അതല്ല എങ്കിൽ തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ തന്നെയാണ് അവിടെ സ്ഫോടനമുണ്ടായത്. മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകുന്ന സാഹചര്യം ആണ് ഉള്ളത്. വിരുദുനഗറിൽ നിന്ന് സഞ്ജീവ് കുമാറും ഒപ്പം നാഷണൽ ഡെസ്കിൽ നിന്ന് പാർവതി സത്യദേവനുമാണ് ചേരുന്നത്. ആദ്യം പാർവതിയിലേക്ക്. പാർവതി, രാജ്യത്തെ തന്നെ നടുക്കിയ ഒരു സ്ഫോടനങ്ങളിൽ ഒന്ന് പടക്ക നിർമ്മാണശാലയ്ക്കാണ് അപകടം ഉണ്ടായത്. ഇപ്പോൾ മരണസംഖ്യ 24. ചികിത്സയിലുള്ളവരുടെ നില അതീവ ഗുരുതരം എന്നാണ് അറിയുന്നത്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പാർവതി? അഭിലാഷ്, 25 പേർ മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഇതിൽ 4 പേരെ തിരിച്ചറിഞ്ഞിട്ടില്ല. 6 പേരുടെ പരിക്ക് ഗുരുതരമായ പരിക്കേറ്റ 6 പേർ ചികിത്സയിലാണ്. ഒപ്പം മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഇന്നലെ വൈകിട്ട് 3:30 കൂടിയാണ് തമിഴ്നാട്ടിലെ വിരുദുനഗറിൽ പടക്ക നിർമ്മാണശാലയിൽ സ്ഫോടനമുണ്ടായത്. ഈ നാടിനെ നടുക്കിയ സ്ഫോടനത്തിന്റെ പ്രകമ്പനം 10 കിലോമീറ്റർ അകലെ വരെ ഉണ്ടായതായി നാട്ടുകാർ പറയുന്നു. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം എത്രത്തോളം വലിയ ഒരു അപകടമാണ് വിരുദുനഗറിൽ ഉണ്ടായതെന്നുള്ളത്. ഇവിടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യാനായി 14 അംഗ വിദഗ്ധ സംഘത്തെയാണ് തമിഴ്നാട് സർക്കാർ നിയോഗിച്ചത്. മധുര, തിരുനെൽവേലി മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള ഡോക്ടർമാരടങ്ങുന്ന 14 അംഗ സംഘത്തെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി സർക്കാർ നിയോഗിച്ചത്. എത്രയും വേഗം തന്നെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകണമെന്നും മുഖ്യമന്ത്രി സ്റ്റാലിൻ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇത് പൂർത്തിയായി കഴിഞ്ഞു. ഒപ്പം പോസ്റ്റ്മോർട്ടം ഈ പടക്കശാല ഉടമ മുത്തുമാണിക്യം എന്ന ആളാണ്. ഇയാൾ ഒളിവിലാണ്. ഇയാൾക്കായി തെരച്ചിൽ വ്യാപകമാക്കിയതായി പോലീസ് പറയുന്നുണ്ട്. ഈ സർക്കാർ വിദഗ്ധ സംഘത്തെയും അന്വേഷണത്തിനായി നിയോഗിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടർ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും സർക്കാർ നിർദ്ദേശം നൽകി. വനജ ഫയർവർക്സ് എന്ന സ്ഥാപനത്തിലാണ് ഇന്നലെ സ്ഫോടനമുണ്ടായത്. ഈ സമയം ഇവിടെ 50 പേരാണ് ഉണ്ടായിരുന്നതെന്നാണ് സൂചന. ഇവിടെ 10 മുറികൾ ഉണ്ടായിരുന്നു. ഇതിൽ 4 മുറികൾ പൂർണ്ണമായും തകർന്നു ഈ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ. മാത്രമല്ല, ഈ ചിന്നിച്ചിതറിയ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് മൃതദേഹങ്ങൾ പുറത്തെടുക്കുക എന്നത് തന്നെ ശ്രമകരമായിരുന്നു. ഇവിടെ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കും വഴി പലരും മരിക്കുന്ന സംഭവവും ഉണ്ടായി. പല മൃതദേഹങ്ങളും തിരിച്ചറിയാനാകാത്ത വിധമാണ്. ഇതിൽ മരിച്ചവരിൽ 4 പേരെ ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ. മാത്രമല്ല, അവശിഷ്ടങ്ങൾക്കിടയിൽ ഏറെ നേരം ആളുകൾ കുടുങ്ങിക്കിടന്നു. തുടർച്ചയായി സ്ഫോടനങ്ങൾ ഉണ്ടായതും ഈ ഒരു രക്ഷാദൗത്യം ശ്രമകരമാക്കി. വീര്യം കൂടിയ രാസവസ്തുക്കൾ ഉപയോഗിച്ച് ഫാൻസി പടക്കങ്ങൾ നിർമ്മിക്കവെയായിരുന്നു ഇവിടെ അപകടമുണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്. നിരവധി പടക്ക നിർമ്മാണശാലകളുള്ള സ്ഥലമാണ് ഈ വിരുദുനഗർ. സ്ഫോടനത്തിന്റെ പ്രകമ്പനം കിലോമീറ്ററുകൾ അകലെ വരെ അനുഭവപ്പെട്ടു. സ്ഫോടനം നടക്കുമ്പോൾ ഇവിടെ നിരവധി പേരുണ്ടായിരുന്നു. സമീപത്തും നിരവധി ഈ പടക്ക നിർമ്മാണശാലകളുണ്ട്. തുടർ സ്ഫോടനങ്ങൾ ഉണ്ടായതായ റിപ്പോർട്ടുണ്ട്. ഫയർഫോഴ്സ് ജീവനക്കാർക്കും 3 സന്നദ്ധ പ്രവർത്തകർക്കും ഈ തുടർ സ്ഫോടനത്തിൽ പരിക്ക് സംഭവിച്ചു. സ്ഥലത്തുണ്ടായിരുന്ന ജില്ലാ കളക്ടർ സുഖപുത്രയെ പരിക്കേൽക്കാതെ തലനാരിഴയ്ക്കാണ് ഈ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. അഭിലാഷ്, ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ പാർവതി, ഇതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലമാണ്. വിജയാഘോഷത്തിനും മറ്റുമൊക്കെ ആയിട്ടാണ് വലിയ തോതിലുള്ള തയ്യാറെടുപ്പ്. നമുക്കറിയാം പലപ്പോഴും ഇപ്പോൾ കേരളത്തിലേക്കടക്കം ഈ പടക്കങ്ങളൊക്കെ എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് എന്ന്. അപ്പോൾ ഇങ്ങനെയൊരു സമയമായതുകൊണ്ട് തന്നെ വ്യാപകമായി പടക്കം ഉൽപ്പാദിപ്പിക്കുവാനുള്ള സാധ്യതയുണ്ട്. അവിടെ പാർവതി തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വീര്യം കൂടിയ രാസവസ്തുക്കൾ. ഒരു പക്ഷേ ഈ രാസവസ്തുക്കൾ വിലക്കപ്പെട്ടതോ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പാടില്ലാത്തതോ ഒക്കെ ആയിരിക്കാം. അവിടെയാണല്ലോ പരിശോധനകളുടെ കുറവുണ്ടാകുന്നത്. സുരക്ഷാ സംവിധാനങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുന്നില്ല എന്നത്. അപ്പോൾ ഇത്രമേൽ വലിയ സ്ഫോടനം ഉണ്ടാകുമ്പോൾ, ഇത്രയധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുമ്പോൾ ആ സുരക്ഷാ വീഴ്ച തന്നെയല്ലേ വ്യക്തമാകുന്നത് പാർവതി? ശരിയാണ് അഭിലാഷ്, സുരക്ഷാ വീഴ്ച കൃത്യമാണ്. കാരണം സ്ഥാപനത്തിന് ലൈസൻസ് ഉണ്ടെന്നാണ് വിവരം. പക്ഷേ കൃത്യമായ സുരക്ഷാ പരിശോധനകൾ ഇവിടെ നടന്നിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. കാരണം ഒരുപാട് 100 കണക്കിന് പടക്ക നിർമ്മാണ സ്ഥാപനങ്ങൾ, കുടിൽ വ്യവസായം അടക്കമുള്ള രീതിയിൽ പടക്ക നിർമ്മാണശാലകൾ പ്രവർത്തിക്കുന്ന ഇടം കൂടിയാണ് ഇവിടം. ഇവിടെ വർഷാവർഷം സുരക്ഷാ പെർമിറ്റുകൾ പുതുക്കേണ്ടതുണ്ട്. ഇത് പല സ്ഥാപനങ്ങളും പുതുക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കാരണം ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതാണ് ഇത്രയും വലിയ അപകടങ്ങൾക്ക്
മരണങ്ങൾക്ക് ഇടയാക്കുന്നതെന്നാണ് വിലയിരുത്തൽ. മാത്രമല്ല ചൂടുകാലത്ത് രാവിലെ 11 മണിക്ക് മുൻപ് തന്നെ ഈ പടക്ക നിർമ്മാണം പൂർത്തിയാക്കണമെന്നാണ് ചട്ടം. എന്നാൽ ഇതൊന്നും ഈ സ്ഥാപനങ്ങൾ പാലിക്കുന്നില്ല. കാരണം നമ്മൾ ഇന്നലത്തെ ഒരു അപകടത്തിന്റെ പശ്ചാത്തലം എടുത്താൽ തന്നെ നമുക്കറിയാം, വൈകിട്ട് 3:30-ക്കാണ് ഈ അപകടം ഉണ്ടാകുന്നത്. 11 മണിക്ക് മുൻപ് ഇത്തരം സുരക്ഷയുടെ ഭാഗമായി ചൂട് കൂടുന്നതിന് മുൻപ് പടക്ക നിർമ്മാണമൊക്കെ പൂർത്തിയാക്കണമെന്ന് പറയുമ്പോഴും അത് നിർബാധം തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒപ്പം കൃത്യമായ പരിശോധനകൾ ഇവിടെ നടക്കുന്നില്ല. ഒരു സമയം 12 തൊഴിലാളികൾക്ക് മാത്രമാണ് ജോലി ചെയ്യാനുള്ള അനുമതിയുള്ളത്. എന്നാൽ ഈ അപകടം നടന്ന സ്ഥലത്ത് തന്നെ നമുക്കറിയാം 50ഓളം പേരുണ്ടായിരുന്നു എന്നാണ് കണക്ക്. ഇതിൽ ഇപ്പോൾ തന്നെ 30ഓളം പേർ പരിക്കേറ്റ് ചികിത്സയിലാണ്. മറ്റുള്ളവർക്ക് നിസ്സാരമായി പരിക്കേറ്റവരുണ്ട്. 4 മുറിയിലുണ്ടായിരുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ അപകടം സംഭവിച്ചിട്ടുള്ളത്. ഈ പടക്കശാലകൾ വർഷം തോറും ഈ പരിശോധനകളോ മറ്റു കാര്യങ്ങളോ കാര്യക്ഷമമല്ലെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. ഒപ്പം കൂടുതൽ കൂലി ലഭിക്കാനായി തൊഴിലാളികൾ കൂടുതൽ പടക്കങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കുമ്പോഴും പലപ്പോഴും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാൻ കഴിയാറില്ല. ഇതേ ജില്ലയിലെ വെമ്പായിക്കോട്ടയിലും ദിവസങ്ങൾക്ക് മുൻപ് സമാന അപകടമുണ്ടായി എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതിൽ 4 പേരാണ് മരിച്ചത്. തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ ഇത് രാഷ്ട്രീയമായി കൂടി തമിഴ്നാട്ടിൽ ചർച്ചയാവുകയാണ്. കാരണം സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ മേൽനോട്ടത്തിനും അന്വേഷണത്തിനുമൊക്കെയായി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2 മന്ത്രിമാർക്കാണ് ചുമതല. നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കാലമാണ്. വിജയാഘോഷം അടക്കമുള്ള കാര്യങ്ങൾക്കായി വലിയ തോതിൽ ആളുകൾ പടക്കങ്ങൾക്ക് ഓർഡർ നൽകുന്ന സമയമാണ്. ഒപ്പം ഉത്സവകാലമാണ്. കേരളത്തിലടക്കം ഉത്സവകാലമാണ്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിൽ എല്ലാ വർഷവും നമുക്കറിയാം ഈ ഒരു കാലയളവിൽ തമിഴ്നാട്ടിൽ ഇത്തരം അപകടങ്ങളും പതിവാണ്. കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ പാലിക്കാത്തതും കൃത്യമായ പരിശോധന നടക്കാത്തതുമാണ് ഇത്തരം അപകടങ്ങൾക്ക് വീണ്ടും ഇടയാക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. അഭിലാഷ്. യെസ്, തീർച്ചയായും അതാണ് പാർവതി സൂചിപ്പിക്കുന്ന പോലെ തന്നെ. അതായത് തമിഴ്നാട്ടിൽ നിന്ന് ഇത്തരം വാർത്തകൾ ചെറിയ ഇടവേളകളിൽ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം. അതുമായി ബന്ധപ്പെട്ടൊരു കണക്കിൻ്റെ പശ്ചാത്തലം കൂടി പാർവതി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കും. അതായത് ഈ കണക്കുകൾ അനുസരിച്ച് 1100 പടക്ക നിർമ്മാണശാലകൾ ഈ അപകടമുണ്ടായ മേഖലയിൽ മാത്രമുണ്ട്. അങ്ങനെ 2025 മാത്രം ഏതാണ്ട് 16 അപകടങ്ങൾ, അതിലൂടെ 37 മരണം. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷം തന്നെ 16 അപകടങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ആ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണല്ലോ പാർവതി. എന്താണ് അതിൻ്റെ ഒരു പശ്ചാത്തലം? അതായത് നിരന്തരമായി ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്നു. ആ അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നില്ല എന്നല്ലേ? തീർച്ചയായിട്ടും അഭിലാഷ്. അതായത് ഇത്തരം അപകടങ്ങളുടെ ഞെട്ടിക്കുന്ന കണക്ക് തന്നെയാണ് പുറത്തു വരുന്നത്. കാരണം എല്ലാ വർഷവും ഇവിടെ അപകടമുണ്ടാകുന്ന കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് ഉത്സവകാലം, തെരഞ്ഞെടുപ്പ് കാലം, ഇതെല്ലാം തന്നെയാണ് അതിന് കാരണമാകുന്നത്. ഈ വിരുദനഗറിൽ മാത്രം കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഒരു അപകടത്തിൽ 4 പേർ മരിച്ചിരുന്നതാണ് ഏറ്റവും ഒടുവിലുണ്ടായ ഇന്നലത്തേന് മുൻപുണ്ടായ സംഭവം. ഈ വിരുദനഗറിൽ ഇതുവരെ കണക്കുകൾ പ്രകാരം 1100 പടക്ക നിർമ്മാണശാലകളാണുള്ളത്. ഇതിൽ 2025 മാത്രം 16 അപകടങ്ങൾ ഉണ്ടായെന്നാണ് കണക്ക്. ഇതിൽ 37 മരണവും. ഈ വർഷം 33 മരണവും ഉണ്ടായി. അതായത് 2025 16 അപകടങ്ങളിലായി 37 മരണവും 2026 33 മരണവും ഉണ്ടായി. 5 വർഷത്തിനിടെ ഈ പടക്ക നിർമ്മാണശാല അപകടങ്ങളിൽ മൊത്തം മരണം 175 ആണ് മനസ്സിലാക്കുന്നത്. ഇത് എത്രത്തോളം ഈ ഒരു സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാട്ടുന്നത് കൂടിയാണ്. 2011 മുതൽ 2024 വരെയുള്ള കാലയളവിൽ തമിഴ്നാട്ടിൽ 200-ലധികം പടക്കശാലകളിൽ അപകടം നടന്നതായാണ് കണക്ക്. ഇതിൽ 379 പേരാണ് മരിച്ചത്, 320 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. നമുക്കറിയാം പലപ്പോഴും ഈ പടക്ക നിർമ്മാണശാലകളിലൊക്കെ അപകടം ഉണ്ടാകുമ്പോൾ ഈ പരിക്കേറ്റവർക്കൊക്കെ ഒരുപക്ഷെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പോലും സാധിക്കാത്ത തരത്തിലുള്ള പരിക്കുകളായിരിക്കും. പോവുകയും കാല് പോവുകയും ഒക്കെ ചെയ്ത് അവർക്ക് കാഴ്ച നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്ത് വലിയ രീതിയിലായിരിക്കും. അപ്പോൾ ശരിക്കും ഈ 321 പേർക്ക് ഈ ഒരു കാലയളവിൽ പരിക്കേറ്റു എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപക്ഷെ തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ പറ്റാത്ത സാഹചര്യം തന്നെ ഉണ്ടായിരിക്കാം. 2012 സെപ്റ്റംബർ 5 മുതലിബട്ടയിലുണ്ടായ അപകടത്തിൽ 40 പേരാണ് കൊല്ലപ്പെട്ടത്. ഒപ്പം പടക്കശാല അപകടങ്ങളിൽ മരിക്കുന്നവരിൽ കൂടുതലും സ്ത്രീകളാണ്. കാരണം നമുക്കറിയാം ദിവസവേതനത്തിന് അടിസ്ഥാനം ചെറിയ കുടിൽ വ്യവസായമായും അല്ലെങ്കിൽ കൂടുതൽ ഉപജീവനത്തിനായി തുക കണ്ടെത്തുന്നതിനുമായി വീടുകളിൽ ഒതുങ്ങിക്കൂടിയിരുന്ന സ്ത്രീകളൊക്കെ ആയിരിക്കും പലപ്പോഴും ഈ പടക്ക നിർമ്മാണത്തിൽ ഏർപ്പെടുന്നത്. അപ്പോൾ ഇത്തരം അപകടങ്ങളിൽ കൂടുതൽ മരണപ്പെടുന്നതും അവർ തന്നെയായിരിക്കും. ഈ 2021 ഫെബ്രുവരി 12 സാത്തൂർ അച്ചക്കുളത്തുണ്ടായ അപകടത്തിൽ 16 സ്ത്രീ തൊഴിലാളികളാണ് മരിച്ചത്. ഇത് തന്നെ എത്രത്തോളം ഈ 16 സ്ത്രീ തൊഴിലാളികളും ഉൾപ്പെടെ 27 പേരാണ് അതിൽ മരിച്ചത്. ഇതിൽ 27 പേരിൽ 16 പേർ സ്ത്രീകളാണെന്നുള്ളതും
ശ്രദ്ധേയമാണ്. കാരണം ചെറുകിട വ്യവസായമായും മറ്റും ഇത്തരം തൊഴിൽ ചെയ്യുമ്പോൾ അവർ കൃത്യമായി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല. സ്ത്രീകൾക്ക് പലപ്പോഴും നമുക്കറിയാം കൂടുതൽ അതായത് തുടർച്ചയായ ദിവസങ്ങളിൽ കൂടുതൽ കൂലി കിട്ടുന്ന ഉപജീവനത്തിനായും മറ്റും ഇത്തരം തൊഴിലുകളിൽ ഏർപ്പെടുന്ന സ്ത്രീകൾ ധാരാളമാണ്. അവരാണ് പലപ്പോഴും ഇത്തരം അപകടങ്ങൾക്ക് ഇരയാകുന്നതെന്നതും ശ്രദ്ധേയമാണ്. അഭിലാഷ്. യെസ്, തീർച്ചയായും വലിയൊരു വിപണിയാണ്, വലിയൊരു വ്യാപാരമാണ് എന്നത് ശരിയാണ്. അപ്പോൾ പോലും കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല. അളവിലും കൂടുതലായി പടക്കത്തിൻ്റെ ശേഖരം പലപ്പോഴും പല പടക്ക നിർമ്മാണശാലകളിലും ഉണ്ടാകുന്നു എന്നതാണ്. ഒപ്പം പാർവതി നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് തമിഴ്നാട്ടിൽ തന്നെ പല പ്രദേശങ്ങളിലും ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ അപകടമുണ്ടായിട്ടുള്ള പ്രദേശത്ത് തന്നെ 100-ലധികം പടക്ക നിർമ്മാണശാലകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവയിൽ പലതും ആ പടക്ക നിർമ്മാണശാലയുടെ ശേഷിയേക്കാൾ കൂടുതൽ ഉൽപ്പാദനം നടത്തുന്നു എന്നതാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലം ആണ് എന്ന് നമുക്കറിയാം. ഒരു പക്ഷേ തമിഴ്നാട്ടിലേക്ക് മാത്രമല്ല, ഇപ്പോൾ കേരളത്തിലും തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ പുറത്തു വരുമ്പോൾ മെയ് 4-ന് വലിയ തോതിലുള്ള ആഘോഷമൊക്കെ നടക്കുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ പടക്കങ്ങൾ പൊട്ടിക്കുക എന്നത് തന്നെയാണ്. അതിനുള്ള പടക്കമൊക്കെ എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. പശ്ചിമ ബംഗാളിലും അസമിലും അടക്കം പുതുച്ചേരിയിലുമൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യം കൂടി ആണ് ഉള്ളത്. ഉത്സവ സീസൺ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ കേരളത്തിലെ ഉത്സവ സീസണൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പടക്ക നിർമ്മാണങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി കരുതൽ ഉണ്ടാകേണ്ടതുണ്ട്, പരിശോധന നടക്കേണ്ടതുണ്ട്. പക്ഷേ അതൊക്കെ പാളിപ്പോകുന്നു എന്ന് തന്നെയാണ് ഈ തുടർച്ചയായ അപകടങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.